ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ അബുദാബിയുടെ 14ാം ഇന്ത്യ ഫെസ്റ്റ് ആഘോഷം ഡിസംബർ 12 മുതൽ 14 വരെ നടക്കും. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. വിവരങ്ങളുമായി മാത്തുക്കുട്ടി കടോൺ ചേരുന്നു. ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തെല്ലാം കലാപരിപാടികളാണ് ഇത്തവണയുള്ളത്? ചന്ദ്രി 1967 UAE രൂപീകൃതമാകുന്നതിന് മുമ്പേ ഏകദേശം 58 വർഷങ്ങൾക്ക് മുമ്പ് അബുദാബിയിൽ രൂപീകൃതമായ ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ പ്രവാസി ഭാരതീയ അവാർഡ് സമ്മാന ജേതാവായ ഇന്ത്യക്ക് പുറത്തുള്ള ഏക അസോസിയേഷൻ. അങ്ങനെ അബുദാബിയിൽ നിന്ന് മാത്രമല്ല UAEയിലെ മുഴുവൻ മലയാളികളുടെയും ആശ്രയമായി അഭിമാനമായി തലയുയർത്തി നിൽക്കുന്ന സോഷ്യൽ സെന്ററാണ് ഇന്ത്യൻ സോഷ്യൽ സെന്റർ. ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് ഓരോ വർഷവും കഴിഞ്ഞ 14 വർഷമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഫെസ്റ്റ്. 2025 ഇന്ത്യ ഫെസ്റ്റ് ഡിസംബർ 12, 13, 14 തീയതികളിൽ ഇന്ത്യ സോഷ്യൽ സെന്റർ അബുദാബിയിൽ വെച്ച് നടക്കുകയാണ്. അതിന്റെ വിവരങ്ങൾ നമ്മളോട് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാൻ അതിന്റെ ഓണറബിൾ പ്രസിഡന്റും സെക്രട്ടറിയും ബാക്കി എല്ലാ ഭാരവാഹികളും എന്നോട് ഒപ്പമുണ്ട്. നമുക്ക് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. അബുദാബിയിലെ ഈ മാത്തുക്കുട്ടി പറഞ്ഞ പോലെ 1967 രൂപീകൃതമായ ഇന്ത്യക്കാരുടെ സംഘടനയാണിത്. ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഇന്ത്യക്കാർ, പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരുടെ സംഘടനയാണ്. 67 രൂപീകൃതമായി. പിന്നെ അന്നത്തെ ഭരണാധികാരികളുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് ഒരു ലാൻഡ് കിട്ടുകയും നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി അവിടെ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് 2007 കഴിഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ പ്രദേശത്ത് നമുക്കൊരു വളരെ വിപുലമായ ഒരു ലാൻഡ് ആ കാലത്ത് നമ്മുടെ ഭരണാധികാരികൾ നൽകുകയും അവിടെ നമ്മുടെ മെമ്പേഴ്സും അതുപോലെ സപ്പോർട്ടേഴ്സും അന്നത്തെ ഇന്ത്യൻ എംബസിയും എല്ലാം ചേർന്നിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് വളരെ മനോഹരമായ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എന്ന് പറയാവുന്ന ലെവലിലുള്ള ഒരു ബിൽഡിംഗിൽ എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു സെന്ററായിട്ട് അത് വളരുകയും ഏകദേശം 2500ഓളം മെമ്പേഴ്സുള്ള ഒരു വലിയ പ്രമുഖ സംഘടനയായി മാറുകയും നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി, വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നമുക്കിതുപോലെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പ്രവാസി ഭാരതി സമ്മാൻ അവാർഡ് ലഭിക്കുകയുണ്ടായി. നമ്മളുടെ പ്രധാന പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ എംബസിയുമായിട്ടൊക്കെ ചേർന്നിട്ട് ഇന്ത്യയുടെ കൾച്ചർ അത് UAEയുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വലിയൊരു കടമയാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ചെറുതും വലുതുമായുള്ള കലാകാരന്മാരെയും അതുപോലെ അവരെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ തരങ്ങളായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ഇവിടെ ചെയ്യാറുള്ളത്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് ഇന്ത്യ ഫെസ്റ്റാണ്. 2010 തുടങ്ങി ഇത് 14ാമത്തെ എഡിഷനാണ്. 3 ദിവസം ഉണ്ടാകുന്ന ഇന്ത്യ ഫെസ്റ്റ് ഈ വർഷം ഡിസംബർ 12, 13, 14 തീയതികളിലാണ്. ഈ വർഷവും എല്ലാ വർഷത്തെയും പോലെ വളരെ വിപുലമായ രീതിയിലുള്ള സന്നാഹങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ട്. അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് കൾച്ചറൽ ഷോസ് ആണ്. ഈ 3 ദിവസവും നമുക്ക് കൾച്ചറൽ ഷോസ് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ആർട്ടിസ്റ്റ് വന്നത്. ഇതിന്റെ ടൈറ്റിൽസ് വന്നത് ICL ഫിൻകോർപ്പ് ഇന്ത്യ ഫെസ്റ്റ് സീസൺ 14 എന്നാണ് അത് അറിയപ്പെടുന്നത്. ICL ഫിൻകോർപ്പാണ് ഇതിന്റെ ടൈറ്റിൽ സ്പോൺസർ. അതുപോലെ ഇതിന്റെ മെയിൻ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ലുലു എക്സ്ചേഞ്ചും അതുപോലെ ജെമിനി ബിൽഡിംഗ് മെറ്റീരിയലുമാണ്. മാത്രമല്ല ഒരുപാട് ഇവിടുത്തെ ബിസിനസ് എൻറ്റിറ്റീസ് ഒക്കെ തന്നെ ഇതിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3ാമത്തെ ദിവസത്തെ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് ആ എന്റർടൈൻമെന്റ് പ്രോഗ്രാമും നമുക്ക് നൽകുന്നത് പിന്നെ കണ്ണൻ രവി സാറാണ് അവരുടെ പ്രോഗ്രാം എന്റർടൈൻമെന്റ് എല്ലാം. അതുപോലെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് ഇതിന്റെ പേർട്ടൺ ഗവർണേഴ്സായിട്ട് നമ്മുടെ ചെയർമാൻ യൂസഫ് അലി സാറാണ്. അതുപോലെ 9 പേരടങ്ങുന്ന ഒരു പേർട്ടൺ ഗവർണർഷിപ്പ് നമുക്കുണ്ട്. അത് SFC മുരളി, അതുപോലെ ഷംസീർ വയലിൽ, അദീബ്, BR ഷെട്ടി, അങ്ങനെ ഒരുപാട് പിന്നെ പ്രമുഖരടങ്ങിയ ഒരു ഗവർണർഷിപ്പ് തന്നെ നമുക്കുണ്ട്. ഈ പരിപാടി പിന്നെ വലിയ വിജയമാക്കാൻ എല്ലാവരെയും നമ്മൾ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാണ്. ഞങ്ങളുടെ സെക്രട്ടറിയോട് ഞാൻ കൊടുക്കുകയാണ്. സെക്രട്ടറി അതിനെപ്പറ്റി 2 വാക്ക് പറയും. ഹലോ, നമസ്കാരം. നമ്മുടെ പ്രസിഡന്റ് മാത്തുക്കുട്ടി സാറും പറഞ്ഞതുപോലെ നമ്മുടെ പ്രോഗ്രാം 12, 13, 14 തീയതികളിൽ ഈ മാസം നടക്കുകയാണ്. അതിന് നിങ്ങളെ ഏവരെയും ഈ UAEക്കകത്തുള്ള എല്ലാ മലയാളികളെയും അല്ലാതെ എല്ലാ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരെയും ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇന്ത്യ ഫെസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അധികം സംസാരിച്ചു. എന്നാൽ ഒരു കാര്യം കൂടി നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. 10 രൂപ ടിക്കറ്റിന് 3 ദിവസം നമുക്ക് അതുകൊണ്ട് എൻട്രി ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ടിക്കറ്റുകളെല്ലാം നമ്മുടെ റാഫിൽ ട്രയലിൽ പോകും. മെഗാ പ്രൈസ് എന്ന് പറയുന്നത് ഒരു കാറാണ്. അതിനുശേഷം അതിനോടനുബന്ധിച്ച് ഒരു 19 പ്രൈസും കൂടിയുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല. 3 ദിവസം നിങ്ങൾക്ക് ഒന്ന് എല്ലാവർക്കും എൻജോയ് ചെയ്യും. നിങ്ങൾ ഏവരെയും
നമ്മുടെ അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററിലേക്ക് ക്ഷണിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്ത്യ സോഷ്യൽ കൾച്ചർ സെന്ററിന്റെ ട്രഷററാണ്. എൻ്റെ പേര് കൃഷ്ണൻ. ഞാൻ ഈ വർഷം നടക്കുന്ന ഈ മാസം 12, 13, 14 നടക്കുന്ന ഇന്ത്യ ഫെസ്റ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഒന്നിച്ചുകൂടാ 3 ദിവസം വളരെ നല്ല രീതിയിൽ നമുക്ക് ഇതൊരു ആഘോഷമാക്കി മാറ്റണമെന്ന് ഞാൻ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ഷാജി വി കെ, ഹോണററി വൈസ് പ്രസിഡന്റ് ഓഫ് ISC ആണ്. ഈ വർഷത്തെ ഇന്ത്യ ഫെസ്റ്റ് ജനറൽ കൺവീനറാണ്. നമ്മുടെ പ്രസിഡന്റ് എല്ലാം പറഞ്ഞ പോലെ തന്നെ അതിന് അപ്പുറമായിട്ട് എല്ലാ ദിവസവും നമുക്ക് പ്രോഗ്രാംസ് ഒരുപാട് ലൈൻ അപ്പ് ചെയ്തിട്ടുണ്ട്. 3 ദിവസം ഇന്ത്യയിൽ നിന്ന് വരുന്ന ആർട്ടിസ്റ്റുകൾ ആണ് പെർഫോം ചെയ്യുന്നത്. മ്യൂസിക് കൺസേർട്സ് 300ഓളം വരുന്ന കലാകാരന്മാരുടെ അവരുടെ പെർഫോമൻസ് ഉണ്ടായിരിക്കും. കൂടാതെ പ്രോപ്പർട്ടി ഷോ, ബുക്ക് സ്റ്റാൾസ്, ഭക്ഷണശാലകൾ, പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഭക്ഷണശാലകൾ എല്ലാം തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ മ്യൂസിക് കൺസേർട്ട് കൂടാതെ ഇൻ ബിറ്റ്വീനിൽ ഒരുപാട് ഫില്ലേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഡേ അനിത ഷെയ്ഖ്, പ്രശസ്ത ആയിട്ടുള്ള സിംഗർ, പോപ്പ്, സൂഫി, ഗസൽ സിംഗർ ആയിട്ടുള്ള അനിത ഷെയ്ഖ് ടീം. സെക്കൻഡ് ഡേ സംഗീത്, അനാമിക PS അടങ്ങുന്ന ഫ്ലൈയിങ് എലിഫന്റ് എന്ന് പറയുന്ന ബാൻഡ് ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. തേർഡ് ഡേ ഇപ്പോൾ തമിഴ് ഫിലിം ഇൻഡസ്ട്രി ട്രെൻഡായിട്ടുള്ള ബെയ്സാൻ മൂവിയുടെ അല്ല റോജ മൂവിയുടെ സിംഗറായിട്ടുള്ള സത്യൻ മഹാലിംഗം, കൂടാതെ പ്രശസ്ത ഗായിക അവിടെ സൂപ്പർ സിംഗർ വിന്നറായിട്ടുള്ള പ്രിയ ജേഴ്സൺ അടങ്ങുന്നുള്ള ഒരുപാട് പേര്, കൂടാതെ ജഗ്ലർ, ഒരു ഫേമസ് ജഗ്ലർ ഉണ്ട്. അതുപോലെ എല്ലാ ദിവസവും നമ്മളൊരു ഫെസ്റ്റീവ് മൂഡാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഈ 3 ദിവസം എല്ലാ ഇന്ത്യക്കാരും, അതുകൂടാതെ തന്നെ പ്രവാസികൾ, ഇന്ത്യക്കാർ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മെമ്പേഴ്സ് കൂടി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതമാണ്. ഇത് ഇന്ത്യയുടെ ഷോക്കേസിംഗ് ആണ്, ഇന്ത്യയുടെ കൾച്ചറൽ ഷോക്കേസിംഗ് ആണ്. അപ്പോൾ ഇത് വിജയമാക്കുക. എല്ലാ പ്രവാസികളും എല്ലാവരും അബുദാബിയിൽ താമസിക്കുക എല്ലാവരും എത്തണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. പങ്കെടുക്കുക, വിജയിപ്പിക്കുക. നമസ്കാരം NTV പ്രേക്ഷകരെ, എല്ലാവരെയും ഈ 12, 13, 14 നടക്കുന്ന ഇന്ത്യ ഫെസ്റ്റ് സീസൺ 14ലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ദീപു മാത്യു, സ്പോർട്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ സോഷ്യൽ കൾച്ചറൽ സെന്റർ അബുദാബി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ് നടക്കാൻ പോകുന്നത്. എല്ലാ ഇന്ത്യക്കാരെയും സഹൃദയം സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഇന്ത്യ ഫെസ്റ്റ് ഈ പ്രാവശ്യം വളരെ ഗംഭീരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ക്രമീകരണങ്ങളെ പറ്റിയാണ് അതിന്റെ ISCയുടെ ഭാരവാഹികൾ പ്രേക്ഷകരോട് സംസാരിച്ചത്. ISC അബുദാബി ഓഫീസിൽ നിന്നും വിഷ്ണുവിനോടും ഡയാനസിനോടും CB കടവിലിനോടൊപ്പവും മാത്തുക്കുട്ടി കടോൺ, NTV ന്യൂസ്, അബുദാബി. NTV UAE to the world.